ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെങ്കിലും നമുക്കറിയാവുന്നവർ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കല്യാണം കഴിക്കുന്നു, ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. ഞാനപ്പോൾ കാണുമ്പോൾ ആലോചിക്കും, ഇത്ര പേരുത്ത ആൾക്കാർ എവിടെ നിന്നാണ് ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണേന്ന്. ചില സമയത്ത് തോന്നും ചിലമാർ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിട്ട് വീണ്ടും കഴിക്കുന്നത് പോലെ. പക്ഷെ അത് തോന്നുന്നതാണ്. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, എവ്രിബഡി ഈസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ എന്നെ സംബന്ധിച്ചോളം അത് വല്ലാത്തൊരു പ്രഷറായി മാറിക്കൊണ്ടിരിക്കുക. അതായത് എനിക്ക് കല്യാണം കഴിക്കണോ കഴിക്കണ്ടേന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. എന്തിനാണ് എന്ന് ചില സമയത്ത് തോന്നും. പിന്നെ പല കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. അതുകൊണ്ട് തോന്നും മറ്റൊരാളുടെ സമയം കൂടി ഞാൻ വേസ്റ്റ് ചെയ്യാണല്ലോ എന്ന്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ പറഞ്ഞു വന്നത്, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്താൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതാണ്. എനിക്ക് തോന്നുന്നു പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതേസമയം ഇപ്പോൾ റെഡിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, അത് ഓപ്പൺ ചെയ്താൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആൾക്കാർ റിലേഷൻഷിപ്സിലും അതേപോലെ മാരേജുകളിലും സ്റ്റക്കായിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുന്നിട്ട് ഹെൽപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് അതിൻ്റെ അകത്തൊരു ട്രോമയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നു. ഈ ഒരു രണ്ട് ലൂപ്പുകളും എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കുന്നു. പക്ഷെ അതേസമയം സെൻറ്ററിൽ ഞാൻ വീട്ടിലേക്കെല്ലാം പോകുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും എല്ലാം ചോദിക്കുന്നത് ഇത് തന്നെ, എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? 30 വയസ്സായില്ലേ, കല്യാണം കഴിച്ചുകൂടെ? ഞാനൊക്കെ 25 വയസ്സിൽ 22 വയസ്സിലും കല്യാണം കഴിച്ചതാണ്, കണ്ടില്ലേ? അതിനെല്ലാം ഇവരൊക്കെ പറയുന്ന കുറേ റീസൺസും ഉണ്ട്. പിള്ളേരുടെ കാര്യം, പിന്നെ വയസ്സായ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന കാര്യം. ഞാനങ്ങനെ ഇതിനകത്ത് എല്ലാത്തിലും ഇടയിൽ കിടന്ന് സ്റ്റക്കായി ആകെ ഒരു ട്രാപ്ഡ് എന്ന് പറയാവുന്നൊരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. ചില സമയത്ത് തോന്നും ഇതിനും ഭേദം വല്ല കല്യാണം കഴിച്ചിട്ട് അതിനകത്ത് ട്രാപ്പാവുന്നതായിരിക്കും. അതാകുമ്പോൾ ആരോടൊന്നും പറയണ്ടല്ലോ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞത് സോഷ്യൽ മീഡിയയുടെ കാര്യമാണെങ്കിലും റെഡിറ്റിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ പറഞ്ഞതും ശരിയാണ്, സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ അതിനകത്തും എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കല്യാണം കഴിക്കുന്നു, ഇപ്പുറത്ത് ഡിവോഴ്സ് ആവും. ഞാൻ ഡിവോഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസുകളിൽ തന്നെ എനിക്ക് തന്നെ പറയാം, ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെയും റിലേഷൻഷിപ്പിൽ നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. പക്ഷെ ഇതിനെപ്പറ്റി എല്ലാവരും പറയണത് പ്രശ്നങ്ങളുണ്ടാവും, അത് മാനേജ് ചെയ്ത് പോകണം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, എന്തിനറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് കയറണം? അങ്ങനെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളായിരിക്കാം. ബട്ട് ഒരു ഡെയിലി ടോർച്ചർ നമുക്ക് പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ നമ്മളാൽ മറ്റൊരാൾക്കായിരിക്കും. അങ്ങനൊരു സാധനത്തിലേക്ക് ചെന്ന് ചാടണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ കൺഫ്യൂഷൻ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും എനിക്ക് പറയുന്നതിന് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ്. പക്ഷെ ആ ആളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഒരു അസേർട്ട് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് വിൽ ഗെറ്റ് മാരീഡ്, മലയാളിയുമല്ല. പക്ഷെ അതേസമയം ഇത് ബ്രേക്ക് ചെയ്ത് പോരണോ അല്ലെങ്കിൽ പോരണ്ടേ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനൊരു സ്റ്റേജ്. സോ ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ പ്രായത്തിലുള്ള പലരും വേറെ ഉണ്ടാവാം ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നത്. പലരും ഓൾറെഡി ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവാം. പക്ഷെ പലരും എനിക്ക് മനസ്സിലാവാത്തത് 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ നിന്നോ ഒരു കോൺഫിഡൻസ് വന്നിട്ട് എത്രയോ പേര് കല്യാണം കഴിക്കുന്നു. അവരെയൊക്കെ സമ്മതിക്കണം എൻ്റെ ഒരു പെർസെപ്ഷനിൽ നോക്കുമ്പോൾ. കാരണം എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല, നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് അല്ല. But why?